ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നാട്ടിൽ നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഇപ്പം മഴയാണോ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ ആരും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്നും നിങ്ങളുടെ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കൂ. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മഴയൊക്കെ മാറി എല്ലാവരും പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പാൻട്രി ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മാസത്തിൽ ഒരു തവണ ഇതുപോലൊരു ഡീപ് ക്ലീനിങ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ കുറേ നാളായി ഈ പാൻട്രി ഷെൽഫ് ക്ലീൻ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഞാൻ ഡീപ് ക്ലീനിങ് ആയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ നല്ലപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ഡീപ് ക്ലീനിങ് ചെയ്തെടുക്കാറുണ്ട്. ഓരോ സൈഡിൽ നിന്നാണ് ഡീപ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കിച്ചണിൽ എന്തായാലും നമ്മുടെ പാൻട്രി ഷെൽഫിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ എനിക്കിന്ന് കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ പാൻട്രി ഷെൽഫും. നമുക്കൊരു കുട്ടി പാൻട്രി ഷെൽഫാണ് ഉള്ളത്. നമ്മളിത് റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഷെൽഫ് നമുക്ക് പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വാൾ സ്റ്റിക്കർ ആണെങ്കിൽ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മുടെ കിച്ചണിൽ നല്ലൊരു ബ്രൈറ്റ്നസ് വന്നത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ആദ്യമേ തന്നെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പാൻട്രി ഷെൽഫിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നത്. അപ്പം ഇങ്ങനെ കാണുമ്പോഴേക്കും അത് വൃത്തികേടായിട്ടൊന്നും തോന്നില്ല. പക്ഷെ അകത്താണ് കേട്ടോ ഫുൾ അഴുക്കിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം കൂടി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഇതുവരെ എൻ്റെ ഈ കിച്ചണിൽ ഉറുമ്പ് കയറിയിട്ടില്ല കേട്ടോ. പക്ഷെ റീസെൻ്റ് ആയിട്ട് 2-3 ഉറുമ്പിനെ ഞാൻ കണ്ടതാണ്. അപ്പം ഞാൻ ഓർത്തു ഇനി അതിനെ ഒരുപാട് വളരാനായിട്ട് അനുവദിച്ചുകൂടാ. കാരണം പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ എല്ലാം നശിപ്പിക്കും. അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ഷെൽഫിനകത്ത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എണ്ണ കൊണ്ടുവന്ന് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയോ എണ്ണ ചെറുതായിട്ടൊന്ന് ഷെൽഫിലേക്ക് ഒന്ന് ആയിട്ട് അങ്ങനെ മൊത്തം എണ്ണക്കറ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും നല്ലോണം സ്ക്രബ്ബർ വെച്ചിട്ട് ക്ലീൻ ചെയ്താലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ വേറെ ഒരു സൊല്യൂഷനും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് വിം ജെല്ല് മാത്രം യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു ഷെൽഫ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് ഈ കിച്ചണിൽ ഉള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഒതുക്കി ഒന്ന് ചെയ്താൽ മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഹൈറ്റും കൂടി കുറവായതുകൊണ്ട് എൻ്റെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം ചെയ്തു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നീടാണ് നമ്മൾ ഐഡിയ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ആദ്യം ഒരു ഓപ്പൺ ഷെൽഫാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് അതിനെ മാറ്റിയിട്ട് ഒന്ന് ക്ലോസ്ഡ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്യാമെന്ന് കരുതിയായിരുന്നേ. അപ്പോൾ നമ്മൾ ഡോറാണ് വെക്കാൻ പറഞ്ഞിരുന്നത് ആദ്യം. പിന്നീടാണ് അതിനെ മാറ്റിയിട്ട് ഈ ഒരു ഗ്ലാസ് വിൻഡോയിലോട്ട് മാറിയത്. ഇത് PVC ആണ് കേട്ടോ. PVC പൈപ്പിൽ ചെയ്തേക്കുന്നതിന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ഒരു ലീഫ് കണ്ടോ, അത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഡെക്കോറായിട്ടാണ് കേട്ടോ. ഞാനത് അഫിലിയേറ്റ് ലിങ്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കിയിട്ട് മേടിച്ചാൽ മതി. നല്ലതാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ഹാങ്ങിങ് പോട്ടായിട്ട് വെക്കാനും ഒക്കെ നല്ല രസമാണ്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നമുക്കത് നല്ലൊരു ഒറിജിനാലിറ്റി തോന്നിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അതേ ഇതിൻ്റെ മേൽ പോർഷനിൽ കണ്ടോ മൊത്തം അഴുക്ക് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ഇത്രയും അഴുക്കുണ്ടെന്നുള്ളത് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് വിം ജെല്ല് എടുത്ത് നല്ലൊരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് തേച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും തന്നെ നല്ലോണം ക്ലീനായി കിട്ടിയായിരുന്നു. അകത്തും അതേ കാര്യം തന്നെയാണ് ചെയ്തത് കേട്ടോ. വേറെ DIY സൊല്യൂഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ വിം ജെല്ല് വെച്ച് തുടച്ചപ്പോൾ തന്നെ ക്ലീനായി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കോളിനും കൂടി സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തായിരുന്നേ. കോളിൻ സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്തും ഈ കോളിൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്ത് എടുത്തത് 2ാമത്തെ തവണ. പിന്നെ ഈ ഷെൽഫിൻ്റെ ഇടയിൽ കണ്ടോ ഈ ഒരു വാഷർ ഇരിക്കുന്ന ഈ ഭാഗത്താണ് ഭയങ്കരമായിട്ട് അഴുക്കുള്ളത്. ഇത് ഞാൻ എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യാറില്ല. 6 മാസം കൂടുമ്പോഴൊക്കെ തന്നെയാണ് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പരിപ്പും പല സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് ചിയാ സീഡാണ് കൂടുതൽ ഇതിൻ്റെ ഇടയിൽ വീണ് കിടന്നത്. അതിൽ നിന്ന് കുറച്ച് 1
ഞണ്ടൊക്കെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഇടയിലാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പം എനിക്കും അറിയത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴാണ് കാണുന്നത്. അപ്പം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡീപ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ഗ്രോസറീസ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോക്സുകളെല്ലാം ഒന്ന് നല്ലൊരു നനഞ്ഞ തുണി കൊണ്ട് ആദ്യം തുടച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയ തുണി കൊണ്ടും കൂടി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ബോട്ടിൽ കഴുകാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല കേട്ടോ, കാരണം ഇതിനകത്ത് സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ മേടിച്ചേക്കുന്ന ബോട്ടിൽസുകൾ മിക്കതും മീഷോയിൽ നിന്ന് കുറേ വർഷം മുന്നേ മേടിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതലാവും. ഇതുവരെയും ഒരു കുഴപ്പവും വന്നിട്ടൊന്നുമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലിപ്പോൾ പല ബോട്ടിലുകളും ഇപ്പോൾ നമ്മൾ നോക്കിയാലും മീഷോയിൽ കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ കുറേ കാലം മുന്നേ മേടിച്ചതാണ്. ഞാൻ എന്തായാലും അഫിലിയേറ്റ് ലിങ്കിൽ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. പിന്നെ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റും ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യാറില്ല. നമ്മുടെ ആ ഒരു സ്റ്റൗവിൻ്റെ നേരെ മേലെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിച്ചിട്ട് അങ്ങനെ ചെറിയൊരു എണ്ണയുടെ മയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ടവൽ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് തവണ ഞാനിങ്ങനെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ, ടവൽ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഓരോ തവണയും ടവൽ കഴുകി എടുക്കുന്നുണ്ട്, എന്നിട്ടാണ് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഡീപ് ക്ലീനിങ് ആണല്ലോ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ മുക്കും മൂലയും ഇതുപോലെ ഒന്ന് നല്ലോണം നീറ്റായിട്ട് എടുക്കുന്നത്. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ കയറും. പിന്നെ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മളെപ്പോഴും ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് കയറുമ്പോഴാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ നല്ല റിലാക്സ് ആയിട്ട് ക്ലീൻ ചെയ്യാനും ആണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ടൈം എടുത്ത് ചെയ്യുന്നത്. നല്ലൊരു തെറാപ്പി പോലെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാനും ഒക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ ഓൾറെഡി ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഫില്ല് ചെയ്യുന്നത് വേറൊരു ദിവസമാണ്. ഇന്ന് എന്തായാലും അതും കൂടി ചെയ്യുന്നില്ല കേട്ടോ, അത് നാളെ ചെയ്യുള്ളൂ. അപ്പോൾ ബുധനാഴ്ച വരുന്ന വ്ളോഗിൽ ഗ്രോസറി എടുത്തതും അത് ഫില്ല് ചെയ്യുന്നതും ഒക്കെ ആയിരിക്കുള്ളൂ കാണിക്കുന്നത്. പിന്നെ രാവിലെ ആണെങ്കിൽ പാല് കാച്ചിയ സമയത്ത് നമ്മുടെ സ്റ്റൗവിൽ ചെറുതായിട്ടൊന്ന് വീണ് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ തുടച്ചെടുത്തിട്ടില്ല. കുറച്ച് എന്തായാലും ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമല്ലേ, അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് വിട്ടു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അതൊക്കെ എടുത്തൊന്ന് മാറ്റി എന്നിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഇങ്ങനെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്തിട്ടൊന്നും തുടയ്ക്കുന്നില്ല. ആ തുണി കൊണ്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത്. പിന്നെ കുറേശ്ശെ സ്ക്രബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കൗണ്ടർ ടോപ്പ് മാസത്തിൽ ഒരു തവണ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പ് കുറച്ച് സ്പേസ് കൂടുതലാണ് കേട്ടോ, വീതി കൂടുതലാണ്. അത് നമ്മൾ ഓൾറെഡി അങ്ങനെ പറഞ്ഞാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അറ്റത്ത് ഒരു ബീഡിങ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ ചെന്നൈയിൽ എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ പാലും അങ്ങനെയുള്ള വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെറിച്ച് വീണാലും ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ കിടക്കും, താഴോട്ട് വീഴത്തില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിരവയൊന്നും കൊണ്ടുവന്ന് വെച്ച് ഫിക്സ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഉപകാരമാണ്. നമുക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴുള്ള വേസ്റ്റ് ആണെങ്കിലും അതൊന്നും ഇങ്ങനെ പുറത്തോട്ട് തെറിച്ച് പോകത്തില്ല. അപ്പോൾ അതേ ഞാൻ വന്നിട്ട് നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റൗ ഒരുപാട് കാലം പഴക്കമുള്ളതാണ് കേട്ടോ, ഏകദേശം ഒരു 11 വർഷം പഴക്കമുണ്ട്. ഞാൻ ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്ത് എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബർണർ പണി തരുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. ഷോപ്പിൽ കൊടുക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ ആളെ വരുത്തിച്ച് ക്ലീൻ ചെയ്യിക്കാറുണ്ട്. ഞാൻ മുന്നേ 1-2 വ്ളോഗിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ബർണർ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റൗ ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ബർണറിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. എന്നിട്ട് രാവിലെ എടുത്തത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബർണറിന് ഇടയിൽ അഴുക്കുകളും കാര്യങ്ങളും ഒന്നും വന്ന് അടഞ്ഞിരിക്കില്ല. അന്ന് നമുക്ക് ഇവിടുത്തെ സർവീസ് ചെയ്ത ഒരാളാണ് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ അത് ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിട്ടുപോകും. പിന്നെ നമ്മുടെ ഈ ഒരു വാൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇത് മേടിച്ചിട്ട് ഏകദേശം 1 വർഷം ആവാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് ഓൾറെഡി ടെയിൽസിൽ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയാണ് ഇത് ഒട്ടിച്ചേക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുവാണ്.
പിന്നെ നമുക്ക് നല്ലോണം അഴുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് സ്പോഞ്ച് സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വിം ജെല്ല് വെച്ച് തന്നെയാണ് ഒന്ന് തുടച്ചെടുത്തത്, ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തത്. എന്നിട്ട് കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മന്ത്ലി വൺസ് ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുത്താൽ ആ വാൾ സ്റ്റിക്കർ നല്ലോണം ഇരിക്കും. പിന്നെ നമ്മൾ ഓരോ തവണ കുക്ക് ചെയ്യുമ്പോഴും ഡെയിലി നമ്മൾ നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേയും അല്ലാത്തപ്പോഴും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഈ വാൾപേപ്പർ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടി പിടിച്ചിരിക്കുവാണ്. പിന്നെ വൈറ്റ് എടുത്തതിന്റെ മെയിൻ കാരണം തന്നെ കിച്ചണിൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടണം, അതുപോലെ തന്നെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കും എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കാൻ തോന്നുമല്ലോ, അതുകൊണ്ടാണ് വൈറ്റ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഗോൾഡൻ കളറിലുള്ള ചെറിയ സ്ക്വയേഴ്സ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. പിന്നെ ആ സിങ്കിന്റെ പോർഷനിൽ വരുന്ന വാൾ സ്റ്റിക്കറിൽ ചെറുതായിട്ടൊരു അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മോട്ടിവേഷൻ ഒന്നും പറയുന്നില്ലല്ലോ, മോട്ടിവേഷനൊക്കെ മിസ് ചെയ്യുന്നു എന്ന്. അപ്പൊ ഞാൻ കുറച്ച് ദിവസത്തേക്ക് മോട്ടിവേഷൻ ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിരുന്നത് തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് പ്രോപ്പറായിട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രൈപോഡ് ഒന്ന് ഒടിഞ്ഞു പോയി, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നേരത്തെ കൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് വീഡിയോസാണ് കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ കണ്ടത്. അപ്പോൾ മോട്ടിവേഷൻ പറയാനാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം. സംഭവമല്ല, ഞാൻ പഠിച്ചൊരു പാഠമാണ്. അതായത് നമുക്കിപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുമല്ലേ, ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻ എല്ലാം തെറ്റായിരിക്കും. പിന്നീടായിരിക്കുള്ളൂ റിയലൈസ് ചെയ്യുന്നത് ദേഷ്യത്തിന്റെ പുറത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം എനിക്കിപ്പോൾ റീസെന്റ് ആയിട്ട് ഉണ്ടായി. ജീവിതം നമ്മളെ പല രീതിയിലും പല പാഠങ്ങളും പഠിപ്പിക്കുമല്ലേ, അങ്ങനെ എന്നെ പഠിപ്പിച്ച ഒരു വലിയൊരു ലെസൺ ആണത്. അതുപോലെ തന്നെ എല്ലാവരോടും എല്ലാം തുറന്നു പറയാതിരിക്കുന്നതാണ് നല്ലത്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പം അത് ഞാൻ ഈ ഒരു കാര്യവും റീസെൻ്റ്ലി പഠിച്ചൊരു കാര്യമാണ്. അതായത് എല്ലാവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവരും നമ്മുടെ മറുപടികൾ അർഹിക്കുന്നില്ല. അപ്പം എല്ലാവരോടും നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ആളുകൾക്ക് നമ്മളുടെ അഭിപ്രായം കേൾക്കാനും നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കാനും ഒക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മുടെ നിയന്ത്രണം വിട്ട് ഓവറായിട്ടൊരു എക്സ്പ്ലനേഷൻസ് കൊടുക്കുമ്പോൾ അവസാനം നമുക്ക് തന്നെ അത് പാരയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, ഒരു പക്ഷേ നിങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാത്തിനും എല്ലാവരോടും എക്സ്പ്ലനേഷൻസ് കൊടുത്ത് ആരെയും കൺവിൻസ് ചെയ്യിക്കാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. തെറ്റാണെന്ന് മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോഴും നമുക്ക് ഉള്ളിലൊരു ബോധം ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത്. നമുക്കിപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലേ. നമ്മുടെ ശരികൾ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം, മറ്റുള്ളവരെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനും അവകാശമില്ല എന്ന് എഴുതിയിട്ട് മറ്റുള്ളവർ പറയുന്ന എല്ലാ ക്രിറ്റിസിസവും നമ്മളും അത് അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല. എപ്പോഴും സൈലൻസ് തന്നെയാണ് നല്ലത്. പിന്നെ ആളുകൾ പലതരമാണല്ലേ, പൊതുജനം പലവിധമാണെന്ന് പറയുമല്ലേ. അപ്പൊ ആളുകൾക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് മതി, അതുവരെ നമ്മൾ ചെയ്ത നന്മയെ പോലും തേച്ച് മായ്ച്ച് കളയുമല്ലേ. അത് പൊതുവെ മനുഷ്യർക്കിടയിലുള്ളൊരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നല്ലത് ചെയ്താലും അവസാനം നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റാക്കി മാറ്റുകയും അതുവരെ ചെയ്ത എല്ലാ നല്ലതിനെയും മോശമാക്കി പറയുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിച്ച് തരാനായിട്ട് കൂടെ നിൽക്കുന്നവർക്ക് പോലും സാധിച്ചു എന്ന് വരില്ല അല്ലേ. നമ്മൾ അത്രയ്ക്ക് മൈൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നൊരു ടൈം ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ പോലും നമ്മളത് തെറ്റിദ്ധരിച്ച് നമ്മുടെ മോശത്തിനാണെന്ന് വിചാരിക്കുകയും ബന്ധങ്ങളിൽ പോലും അകൽച്ചകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എടുക്കുക, കുറച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുക, നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം തീരുമാനങ്ങളിലേക്ക് പോവുക. നമ്മളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല, മറ്റൊരാളുടെ സഹായം കൂടിയേ തീരുമെന്നാണെങ്കിൽ മാത്രം നമ്മൾ വേറൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യട്ടോ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഓക്കെ ആയിട്ട് വരാനായിട്ട് മിനിമം ഒരു 3 ദിവസമെങ്കിലും എടുക്കും. അതുവരെ എനിക്ക് ഇങ്ങനെ മൈൻഡ് ഔട്ട് ആയിരിക്കും, ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും കൃത്യത കാണില്ല, എല്ലാത്തിനും എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇത്രയൊക്കെ ഞാൻ
സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 1-1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഡീപ് ക്ലീനിങ് ചെയ്ത് എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.